atoms in the chapter questions first question, a difference of 2.3 electron volt separates two energy levels in an atom. What is the frequency of radiation emitted when the atom make a transition from the upper level to the lower level? Question പറയുന്നത് ഒരു ആറ്റത്തിന്റെ ഉള്ളിലുള്ള രണ്ട് എനർജി ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത് 2.3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. Then what is the frequency of radiation emitted when the atom make a transition from upper level to lower level? അപ്പർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് ഒരു ആറ്റം ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എത്രയെന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. രണ്ട് എനർജി ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ് നിൽക്കുന്നത് 2.3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ദെൻ ആ 2.3 ഇലക്ട്രോൺ വോൾട്ടിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടിയാണ് പറ്റും, ഈസ് ഈക്വൽ ടു ഇത്രയും എനർജി ആണ് എന്തുണ്ടാകുക, രണ്ട് എനർജി ലെവലും തമ്മിലുള്ള ഡിഫറൻസ് അറിയണത്. ആ എനർജി ഡിഫറൻസിൽ ഈക്വൽ ആയിക്കാണ്ടില്ല റേഡിയേഷൻ ആണ് എന്ത് ചെയ്യണത്, എമിറ്റ് ചെയ്യണത്. അപ്പോൾ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ എനർജി അറിയണത് 2.3 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഈക്വൽ ടു 2.3 ഇലക്ട്രോൺ വോൾട്ട്. ഇതാണ് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ എനർജി അറിയണത്. ഇത് നമ്മൾ ജൂൾക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ്, ഇലക്ട്രോൺ വോൾട്ടിനെ ജൂൾക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇൻറ്റു 1.6 × 10⁻19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈക്വൽ ടു 3.68 × 10⁻19 ജൂൾ കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ എമിറ്റ് ചെയ്ത റേഡിയേഷൻ്റെ എനർജി കിട്ടി ജൂളിൽ. ദെൻ നമ്മൾ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നുള്ള ഇക്വേഷൻ എടുക്കുക. ദെൻ ന്യൂസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ എച്ച് ഈക്വൽ ടു ഇ പറഞ്ഞു കഴിഞ്ഞാൽ 3.68 × 10⁻19 ഡിവൈഡഡ് ബൈ എച്ച് 6.62 × 10⁻34 ഈക്വൽ ടു 10⁻19 10⁻34 പാടെ വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ -15 ഉണ്ടാവും. അതിന് മേലെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10⁻15 ആയി. ദെൻ 3.68 ഡിവൈഡഡ് ബൈ 6.62 പാടെ ചെയ്യണം. 3.68 ഡിവൈഡ് ബൈ 6.62 പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 1/2 പോലെയാണ് ഉണ്ടാകുക. അപ്പോൾ 0.5 അതിന് ഒന്നുകൂടി മാറ്റിയാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5.5 × 10⁻14 ഹെർട്സ് എന്ന് കിട്ടും എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ 2.3 ഇലക്ട്രോൺ വോൾട്ട് ആണ് എനർജി ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എനർജി ഡിഫറൻസിലില്ല, അത്രയും എനർജിയിലില്ല ഒരു റേഡിയേഷനാണ് ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് വരുന്ന സമയത്ത് ആറ്റം എന്ത് ചെയ്യുക, എമിറ്റ് ചെയ്യുക. അതിനെ ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്തു, എച്ച് ഈസ് ഈക്വൽ ടു എച്ച് ഇക്വേറ്റ് ചെയ്തുകൊണ്ട് അതിന് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് -13.6 ഇലക്ട്രോൺ വോൾട്ട്. വാട്ട് ആർ ദ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഇൻ ദിസ് സ്റ്റേറ്റ്? ക്വസ്റ്റ്യൻ പറയണത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ലെവൽ അറിയണത് -13.6 ഇലക്ട്രോൺ വോൾട്ടാണ്. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിയും അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി ആ സ്റ്റേറ്റിലുള്ളത് എത്ര ആയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജിൻ്റെ റേഷ്യോ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജിൻ്റെ റേഷ്യോ നോക്കുമ്പോൾ ഇത് റേഷ്യോ വരുന്നത് 1:2:-1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് എന്തുണ്ടാവുക, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജിൻ്റെ റേഷ്യോ അറിയുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ എനർജി അറിയണത് -1 എന്നറിയണ ഇതാണ്, -1 എന്നറിയണ റേഷ്യോയിലാണ്. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കൈനറ്റിക് എനർജി അറിയണ അതിൻ്റെ നേരെ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 13.6 ഇലക്ട്രോൺ വോൾട്ടാണ്. ഓക്കെ, ദെൻ പൊട്ടൻഷ്യൽ എനർജി അറിയണത് ഇതിൻ്റെ മൈനസിൻ്റെ നെഗറ്റീവിൻ്റെ എന്തുണ്ടാവും, ഡബിൾ ഉണ്ടാവും. അതായത് -27.2 ഇലക്ട്രോൺ വോൾട്ട് ഉണ്ടാവും. 27.2 ഇലക്ട്രോൺ വോൾട്ട് ഉണ്ടാവും പൊട്ടൻഷ്യൽ എനർജി അറിയണം. അപ്പോൾ നമുക്ക് ടോട്ടൽ എനർജി, കൈനറ്റിക് എനർജി കിട്ടി, പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇലക്ട്രോണും കിട്ടി.
ഓക്കെ. അപ്പോൾ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അറിയണത് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജിയുടെ റേഷ്യോ അറിയണത് 1:-2 -2:1 എന്നറിയുന്ന റേഷ്യോയിലായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ റേഡിയോ ഓഫ് ദ ഇന്നർമോസ്റ്റ് ഇലക്ട്രോൺ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് 5.3 × 10⁻11 meter. What are the radio of n equal to 2 and n equal to 3 orbits? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇന്നർമോസ്റ്റ് ഇലക്ട്രോണിന് നിൽക്കുന്ന അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 5.3 × 10⁻11 meter ആണ്. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ n equal to 2-ൻ്റെയും n equal to 3-ൻ്റെയും ഓർബിറ്റിൻ്റെ റേഡിയസ് കാണാനാണ്. നമുക്കറിയാം Rn റേഡിയസ് ഓഫ് ഓർബിറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു n² ആണ്. n² പ്രൊപ്പോർഷണലാണ്. അതിൽ n equal to 1 ആകുമ്പോൾ ഇന്നർമോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ n equal to 1 ആകുമ്പോൾ അല്ലതാ ആ റേഡിയസ് അറിയണത് 5.3 × 10⁻11 meter ആണ്. ദെൻ n equal to 2 ആകുമ്പോൾ ഇവിടെ വാല്യൂ കൊടുത്താൽ മതി. ഈ കെൻ്റെ വാല്യൂ എന്ന് പറയുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഇതായിരിക്കും. ദെൻ R2 equal to രണ്ടാമത്തെ ഓർബിറ്റിൻ്റെ റേഡിയസ് അറിയണത് 5.3 × 10⁻11 × n², 2ൻ്റെ സ്ക്വയർ 4. ദെൻ R2 equal to 21.2 × 10⁻11 meter എന്ന് കിട്ടും. നെക്സ്റ്റ് R3 equal to 5.3 × 10⁻11 × n² കൊടുത്താൽ n equal to 3 ആണ്. അപ്പോൾ 3ൻ്റെ സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ 9. ദെൻ R3 equal to 47.7 × 10⁻11 meter എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ n equal to 2ൻ്റെ റേഡിയസ് കിട്ടി, n equal to 3ൻ്റെ റേഡിയസും കിട്ടി. ഓക്കെ. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയാണ് പറ്റുന്ന ചാപ്റ്ററാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക, ഇതിലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഓക്കെ.